ഏത് വലിയ മാരകമായ രോഗവും നമുക്ക് മാറിക്കിട്ടാൻ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഇടയിൽ രോഗങ്ങളിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പല രോഗങ്ങളും, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായത്, അങ്ങനെ ശരീരങ്ങളിലെ മുട്ടുവേദന, നടുവേദന, അതുപോലെ നെഞ്ചുവേദന, ഇങ്ങനെ തുടങ്ങി പല വേദനകളും പല രോഗങ്ങളുമായി പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ദിനേന മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവർ, ഹോസ്പിറ്റലുകളിൽ പോയി മാസങ്ങളോളം കഴിയേണ്ടി വരുന്നവർ, ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളാണ് നമുക്ക് ചുറ്റുപാടിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഗം അധികരിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ പതിവായി ദിനേന ഓതിക്കഴിഞ്ഞാൽ വലിയ വലിയ രോഗങ്ങൾ വരെ അള്ളാഹു തരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്, സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ മാരകമായ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് നമ്മെ പരീക്ഷിക്കുകയില്ല, നമ്മെ കഷ്ടപ്പെടുത്തുകയില്ല. നമ്മൾ ദിനേന ഖുർആൻ ഓതുന്നവരാണ്. ചില ആളുകൾ തീരെ ഖുർആനുമായി ബന്ധമില്ലാത്തവരുണ്ട്. ഖുർആനുമായി നല്ല ബന്ധം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകണം. ഖുർആനിൻ്റെ ഒരു പേജെങ്കിലും ഓതാത്തൊരു ദിവസം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു പേജെങ്കിലും നമ്മൾ ഖുർആൻ ഓതണം. അതുപോലെ പതിവായി ഓതൽ സുന്നത്തുള്ള ധാരാളം സൂറത്തുകളുണ്ട്. അത് നമ്മൾ എപ്പോഴും രാത്രിയിൽ ഓതൽ സുന്നത്തായതും പകൽ സമയങ്ങളിൽ ഓതേണ്ടതുമായ ധാരാളം സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം നമ്മൾ പതിവായി ഓതണം. അതിൻ്റെ പുറമെ ഈ പറയുന്ന ആയത്തുകളും സൂറത്തുകളും എപ്പോഴും പതിവായി നമ്മൾ ഓതുകയാണെങ്കിൽ, ഇനി രോഗിയായതിന് ശേഷം ആ രോഗമുള്ള ആളുകൾ ഓതിയാൽ അവരുടെ രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകും, ശിഫ നൽകും. നമുക്കറിയാം, സുഗർ വന്ന രോഗിയാണെങ്കിൽ ആ സുഗറിന് മരുന്ന് കഴിക്കുന്നു, പിന്നെ അതിൻ്റെ പവർ മതിയാകാതെ വരുമ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് കൺട്രോളായി, അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടി, ശിഫ നേടി ആ സുഗർ രോഗം മാറിയതായി നമുക്ക് കാണുന്നില്ല. അതുപോലെ കിഡ്നി രോഗിയായാൽ അവരെപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ ഡയാലിസിസ് നിർത്തിവെക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചില ആളുകളൊക്കെ അങ്ങനെ നിർത്തിവെക്കുന്നുണ്ട്, ഷുഗർ കംപ്ലീറ്റായി മാറുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ അങ്ങനെയുള്ള രോഗികളാണ് ഈ ആയത്തും ഈ സൂറത്തും പാരായണം ചെയ്യുന്നത് എങ്കിൽ അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ആയത്തുകളും ഈ പറയുന്ന സൂറത്തുകൾ നമ്മൾ എപ്പോഴും പതിവായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക. ആദ്യമായി പറയുന്ന സൂറത്തുൽ ഖസസ്. സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സൂറത്ത്. ആ സൂറത്തിലെ 22-ാം ആയത്ത് മുതൽ 28-ാം ആയത്ത് വരെയുള്ള ആ ആയത്തുകൾ, 22, 23 അങ്ങനെ തുടങ്ങിയിട്ട് 28-ാം ആയത്ത് വരെയുള്ള ആയത്ത് എല്ലാ ദിവസവും നമ്മൾ പതിവായി പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകും. എന്ന് പറഞ്ഞാൽ ഇത് ഓതിയിട്ട് മരുന്നൊക്കെ ഒഴിവാക്കണം എന്ന അർത്ഥത്തിലല്ല. നമ്മൾ തുടർന്ന് വരുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കണം. അല്പാൽപമായി നമുക്ക് ശമനം കണ്ടു തുടങ്ങും. രോഗമില്ലാത്തവരാണെങ്കിൽ എപ്പോഴും ഓതുകയാണെങ്കിൽ ഇത്തരം മാരകമായ രോഗങ്ങളിൽ അവർ പെട്ടുപോവുകയില്ല. ആയത്ത് തുടങ്ങുന്നത് വലമ്മാ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മതം മിനൻ നാസ്. ഇത് 23-ാം ആയത്താണ്. അതിൻ്റെ മുമ്പ് വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി എന്ന് തുടങ്ങുന്ന 22 മുതൽ വല്ലാഹു അലാ മാ നഖൂലു വകീൽ
28 അഥവാ ഒരു പേജ് ആയത്തുകളാണ്. ഇത് എല്ലാ ദിവസവും പതിവാക്കുക. അതോടൊപ്പം സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും മുതൽ പ്രത്യേകം മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ആ സൂറത്തുൽ ഫത്ഹിൻ്റെ ലാസ്റ്റ് ആയത്ത് അഥവാ 29-ാം ആയത്ത്, അത് തുടങ്ങുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ഈ 29-ാമത്തെ ആയത്ത് അത് ഫുള്ളായി എല്ലാ ദിവസവും പാരായണം ചെയ്യുക. അതോടൊപ്പം സൂറത്തുൻ നശ്റഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب എന്ന് തുടങ്ങുന്ന സൂറത്തു ഷർഹ് എന്ന് പറയുന്ന അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇത് 3 രോഗമില്ലാത്തവർ എപ്പോഴും പതിവാക്കിയാൽ അള്ളാഹു അവരെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുപോലെ രോഗിയായവർ പാരായണം ചെയ്താൽ അവരുടെ മരുന്നുകൾക്ക് വലിയ ഫലം കിട്ടും. മരുന്ന് കൊണ്ട് അവരുടെ രോഗം മാറാൻ അത് കാരണമാകും. ചിലപ്പോൾ വരെ ഒരുപാട് കാലം മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്തവരുണ്ട്. അവർക്ക് നല്ല റിസൾട്ട് വന്നു തുടങ്ങും. ഇൻഷാ അള്ളാഹ് എല്ലാവരും അത് പതിവാക്കുക. ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.